അതെ, അമ്മയ്ക്കോ? വരുമ്പോ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കൂടുതലാണെന്നോ? ഏതാശുപത്രിയിൽ? ആ, ഉടനെ വരാം. ചേട്ടൻ കാറും കൊണ്ട് എവിടെ പോയെന്നറിയാമോ? സെന്റ് മേരീസ് ഹോസ്പിറ്റലില്. അവിടുത്തെ ഫോൺ നമ്പർ ഉണ്ടോ? നോക്കട്ടെ. ആ, ഉണ്ടല്ലോ. 301. ഇതാ ഒരു കുഴപ്പം. അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടും. സർക്കാർ കാര്യമായി പോയില്ലേ, നമ്മൾ ആരോട് പറയാ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ കുഞ്ഞ കാര്യം? ചേട്ടന്റെ അമ്മയ്ക്ക് സുഖമില്ല. സാറ് വരുമോ എന്ന് നോക്കാം. വൈകുമെങ്കിലോ? അങ്കിൾ എനിക്കൊരു ഉപകാരം ചെയ്യോ? എങ്ങനെയെങ്കിലും ചേട്ടനെ ഒന്ന് വിവരം അറിയിക്കാവോ? എങ്ങനെ? കാശ് ഞാൻ തരാം. ഒരു ടാക്സി എടുത്ത് പോയാ മതി. അത് വേണോ കുഞ്ഞ്? വേണം, പ്ലീസ്. സാർ, തെളിവൊന്നുമില്ല. സംശയിക്കപ്പെടുന്നയാൾ എവിടെ ഒളിച്ചിരിക്കുകയാണ്. ഒരു കണിയാരെ വിളിക്കാം. മഷീട്ട് നോക്കിയാൽ ചിലപ്പോൾ ഒളി സങ്കേതം തെളിഞ്ഞെന്ന് വരും. സാർ, 24 മണിക്കൂറിനുള്ളിൽ കൊലയാളെ കണ്ടുപിടിച്ചിരിക്കണം. ശരി സാർ. മനസ്സിലായോ? സാർ, ആ ഫോട്ടോഗ്രാഫർക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഗസ്റ്റ് ഹൗസിന് ചുറ്റും പോലീസ് കറങ്ങി നടക്കാണ്. ഇതുവരേക്കും അയാളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡിക്രൂസ് മിടുക്കനാണ്. പോലീസിനെ പറ്റിച്ച് അയാൾക്ക് ഒളിച്ചു നിൽക്കാൻ കഴിയും. എനിക്ക് പേടിയാവുന്നു. ഉടനെ തന്നെ മടങ്ങിപ്പോവും. ഗവേഷണം തീർന്നില്ലല്ലോ. അതുവരെ നിന്നാൽ ഒരു പക്ഷേ സന്ധ്യയുടെ ഗതിയായിരിക്കും എനിക്കും. ചേച്ചേ, എന്താ ഇത്? പാവം, ആ സുരേഷ് ഒരു ഭ്രാന്തനെ പോലെയാ സന്ധ്യയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ സുമ പേടിക്കാതിരിക്കൂ. ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ. പക്ഷേ അയാളാണോ കൊലയാളി? എന്താ നിനക്ക് സംശയമുണ്ടോ? ഫോട്ടോഗ്രാഫറെ തല്ലിയിട്ട് അയാൾ എവിടെ പോയതല്ലേ? നമ്മളെല്ലാവരും ആശുപത്രി പോയ സമയത്ത് അയാൾ തിരിച്ചെത്തിയിരിക്കും. എനിക്ക് അയാളെ മാത്രമല്ല സംശയം, പിന്നെ ആ ഭ്രാന്തനും നമ്മുടെ വാച്ചറും അവർ തമ്മിൽ കൂട്ടാണോ എന്നൊരു സംശയം. നീ എന്തൊക്കെയായി പറയുന്നത്? അതെ, നമുക്ക് അവരെ നിരീക്ഷിക്കാം, ഒപ്പം ഡിക്രൂസിനെ. ഏതായാലും ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ പാടില്ല.
ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ രോമത്തിൽ പോലും ആർക്കും തൊടാൻ കഴിയില്ല. നമ്മുടെ പോലീസ് ഏമാര് കാടൊക്കെ വളഞ്ഞിരിക്കുന്നത് കേട്ടു. തനിക്കെന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചാ മൂപ്പ പോലീസ് അമ്മമാര് ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ വയ്ക്കോ. ഏനെന്ത് ചേമ്പ്ര? താനും വയ്ക്കോ. ഞാൻ ഇവിടെ ഉള്ള കാര്യം പറയണ്ട. ആ തനി ഇവിടെ നിൽക്കട്ടെ. ആ ഇവിടെ മാറി നിൽക്ക. നിങ്ങളിൽ പെടാത്ത ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇല്ല തമ്പ്ര, ഇവിടെ ആരുമില്ല. കുടിലെല്ലാം പരിശോധിക്കൂ. ആ എല്ലായിടും നോക്കി ആരുമില്ല. ശരി വാ. അയാൾ വന്നില്ല അല്ലേ? ഇല്ല സാർ. പയ്യന്മാരൊക്കെ എവിടെ? റൂമിലുണ്ട്. ആ രാത്രി ആരോടും പുറത്തിറക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി സർ. താനും മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന്? പുറത്തിറങ്ങണ്ടെന്ന്. ആ എന്റെ ദൈവമേ, എന്റെ ഒരു ഗതികേടൊന്ന് നോക്കണേ. ഇത്രയും വർഷമായി. വിളിക്കടോ അവളെ. തമ്പ്ര അത് എന്താടോ? അത് തമ്പ്രാനെ ഭയന്നിട്ട് കാട്ടിലെവിടോ മറിഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കായോ? ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? വേഗം തിന്നിട്ട് പൊയ്ക്കോ. അയ്യോ കുഞ്ഞെ അടിക്കരുത്, അടിക്കരുത്. ഓഹോ എടാ കിളവാ, അപ്പൊ താനും ഇവനും ചേർന്നുള്ള ഒത്തുകളിയാണ് നിൽക്കല്ലേ? അയ്യോ കുഞ്ഞെ അടിക്കരുത്, അടിക്കരുത്. അയ്യോ അയ്യോ അടിക്കരുത് കുഞ്ഞെ, കുഞ്ഞെ ആ പാവത്തെ വിട്ട് അടിക്കരുത് കുട്ടികളെ. ഇവൻ പാവമോ? അതെ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് ഇയാളുടെ ഭാര്യയെ ആരോ കൊന്നു. ആര്? അറിയില്ല. ആ സംഭവത്തിന് ശേഷം ഈ പാവം ഇങ്ങനെയായി. വിശക്കുമ്പോ ഇവിടെ വരും. ഞാൻ ആഹാരം വല്ലതും കൊടുക്കും. നടക്കടാ. എടാ. Move. Move.